ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വലിയ നോമ്പിൻ്റെ 14-ാം ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നല്ലോ. എന്നെപ്പോലെ വയ്യാതിരിക്കുന്ന ആളുകളെ കൂടി ഈ ധ്യാനത്തിൽ പങ്കു ചേർക്കുവാൻ നമ്മുടെ അച്ഛന് ദൈവ ആലോചന കൊടുത്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. പ്രാർത്ഥനാ പ്രതിനിധിയായ അനു വന്ന് എന്നോട് ഇത് പറഞ്ഞപ്പോൾ എൻ്റെ ശരീരം ബലഹീനമാണെങ്കിലും എൻ്റെ നാവിനോ എൻ്റെ ബുദ്ധിക്കോ ഒരു കേടും വരുത്താത്ത ഈ ദൈവത്തെക്കുറിച്ച് പറയുവാൻ ഞാൻ ലജ്ജിക്കുന്നില്ല. അല്പനേരത്തെ ചിന്തയ്ക്കായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 11:33 മുതൽ 36 വരെ. വിശുദ്ധ ലൂക്കോസ് 11:33 മുതൽ 36 വരെ. വിളക്ക് കൊളുത്തിയിട്ട് ആരും നിലവറയിലോ പറയിൻ കീഴിലോ വയ്ക്കാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേൽ അത്രേ വയ്ക്കുന്നത്. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. ദോഷമെങ്കിലോ ശരീരം ഇരുട്ടുള്ളത് തന്നെ. ആകയാൽ നിന്നുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ നോക്കുക. ഞാനൊരു കഥ വായിച്ചത് ഓർക്കുന്നു. ഒരിക്കൽ ഒരു അന്ധനായ മനുഷ്യൻ തൻ്റെ സ്നേഹിതനെ കാണുവാൻ പോയി. സ്നേഹിതനുമായി വർത്തമാനം പറഞ്ഞ് നേരം പോയതറിഞ്ഞില്ല. ഇരുട്ടായി. അപ്പോൾ സ്നേഹിതൻ ഒരു മെഴുകുതിരി കത്തിച്ച് അന്ധൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ വെട്ടം നിന്നെ മറ്റുള്ളവർ വന്ന് തട്ടാതിരിക്കാൻ വേണ്ടിയാണ്. ഈ അന്ധൻ സന്തോഷത്തോടെ ഈ മെഴുകുതിരി വെട്ടം വാങ്ങി നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു അപരൻ അന്ധനെ മുട്ടി. ഈ അന്ധൻ ആ അപരനോട് കോപിച്ചു, ഞാൻ ഒരു അന്ധനാണ്, ഈ മെഴുകുതിരി വെട്ടം കണ്ടെങ്കിലും നിനക്ക് മാറി നടക്കരുതോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരൻ വളരെ താഴ്മയോട് പറഞ്ഞു, സ്നേഹിത, നിന്റെ മെഴുകുതിരി വെട്ടം എവിടെ വെച്ചോ കെട്ടുപോയി. ഇപ്പോൾ മെഴുകുതിരി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ നിന്നെ കാണാതെ പോയി എന്ന് പറഞ്ഞു. സന്തോഷത്തോടെ അവർ പിരിഞ്ഞു. ഇതുപോലെയാണ് ഇന്നത്തെ ക്രിസ്തീയ സമൂഹം. നമ്മുടെ ദൈവിക വെളിച്ചം ഉണ്ട് എന്ന് സ്വയം അഭിമാനിക്കുകയും എന്നാൽ പല രീതിയിലും വെളിച്ചം നഷ്ടപ്പെടുത്തി മറ്റുള്ളവരോട് കോപിക്കുകയും ദൈവത്തെ പഴിചാരുകയും ചെയ്യാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ 25 വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു വീഴ്ചയുടെ ഫലമായി എൻ്റെ ശരീരഭാഗം പൂർണ്ണം ചലനം ഇല്ലാതെയായി. എൻ്റെ ജീവിതം വളരെ ഇരുട്ടിൻ്റെ അവസ്ഥയിലായി. ദൈവം അറിയാതെ ഒന്നും വരികയില്ല എന്നൊക്കെ അറിയാമായിരുന്നു. എന്നാലും പലപ്പോഴും ഞാൻ നിരാശപ്പെടുകയും ചെയ്തു. എന്നാൽ സഭാവ്യത്യാസമില്ലാതെ അനേക ദൈവമക്കൾ എൻ്റെ അടുക്കൽ വരികയും പ്രാർത്ഥിക്കുകയും എന്നെ കരുതുകയും ചെയ്തു. ഞാൻ ഈ സമയത്ത് ചുങ്കത്തിലെ രായിച്ചാനെ പ്രത്യേകമായി ഓർക്കുകയാണ്. കാരണം ഞാൻ പലപ്പോഴും നിരാശ അനുഭവിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ അടുക്കൽ കടന്നു വരികയും എന്നെ ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായി ഞാൻ ഇത്രത്തോളമായി. ഏത് പ്രശ്നങ്ങളുടെയും നടുവിൽ ശക്തനും ശാശ്വതനുമായ ദൈവത്തിലുള്ള ആഴമായ ആശ്രയമാണ് നമ്മുടെ വലിയ കരുത്ത്. ഈ കരുത്താണ് നമ്മുടെ ദൈവിക പ്രകാശം. ഈ പ്രകാശം നാം മറ്റുള്ളവരിലും പകരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനുമായ ദൈവമേ, സുഖസ്ഥിതാവേ, ഈ നോയമ്പ് കാലയളവിൽ കർത്താവ് വചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽപ്പാൻ ദൈവം തന്നെ കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ പ്രകാശമുള്ളവരായി തീരുവാൻ, ദൈവത്തിൻ്റെ പ്രകാശം ഞങ്ങൾ മറ്റുള്ളവർ പ്രകാശിപ്പിക്കുവാൻ ഈ നോയമ്പ് ഏറ്റവും അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സർവ്വം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.